അണ്ണാറക്കണ്ണനാണെങ്കിൽ ഇപ്പം ഞങ്ങളായിട്ട് നല്ല കമ്പനി ആയിരിക്കുന്നു കേട്ടോ. 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ മുറിയുടെ ഓയിൽമെൻ്റ് ഒക്കെ ഞാൻ വാലിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കും പൂച്ച കടിച്ചിട്ടുണ്ടായിരുന്ന മുറിയൊക്കെ ഏകദേശം ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ. അമ്പാടിക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം അണ്ണാറക്കണ്ണൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവന് പുതിയൊരു പേരൊക്കെ ഇട്ടു, പോപ്പി എന്നാണ് കേട്ടോ ഇപ്പോൾ അവന് വിളിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇവരാണെങ്കിൽ സലൂണിലോട്ട് വരാൻ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബ് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഈ വീഡിയോ ആണെങ്കിൽ ഒട്ടും വ്ളോഗ് ഇടണമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആയിരുന്നില്ല കേട്ടോ. കാരണം സലൂണിലൊന്നും പോയിട്ടല്ലല്ലോ, വെട്ടുന്ന വീട്ടിലല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഹെയർ കട്ട് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ ഹെയർ നീട്ടി വളർത്തുക എന്നൊക്കെ രണ്ടുപേരും വാശി പിടിച്ച് നടക്കുകയായിരുന്നു. ഏട്ടൻ പിന്നെ നിർബന്ധിച്ച് പിടിച്ച് ബാക്കിൽ കൊണ്ടുവന്നിട്ട് ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോനൂസിനാണെങ്കിൽ നമ്മൾ ബുള്ളറ്റ് കട്ടാണ് വെട്ടിക്കൊടുത്തത്, അമ്പാടിക്കാണെങ്കിൽ അപ്പാച്ചി കട്ടാണ് വെട്ടിക്കൊടുത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് എടാ അമ്മ നേരാവണ്ണം ഒന്ന് വീഡിയോ എടുക്കട്ടെ, ഒന്ന് നേരെ കാണിച്ചേടാ പറഞ്ഞപ്പോൾ അതാ അമ്പർല കറങ്ങും പോലെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിന്ന് നെയ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് പൂളക്കിഴങ്ങാണ് കേട്ടോ. പൂളക്കിഴങ്ങ് അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നേ. അപ്പോൾ ഉള്ളി ചുട്ടരിച്ചത്, ഉള്ളി അതുപോലെ തന്നെ ഉണക്കമുളകും ചുട്ടരിച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇത് കൂട്ടിയിട്ട് കപ്പ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്